അവർക്ക് വേണ്ടി ഞാൻ വഴികാട്ടിയാകും. ഏതറ്റം വരെയും അവരെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. ലീഡർഷിപ്പിന് സാറ് കൊടുക്കുന്ന നിർവചനം എന്താണ്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സമൂഹത്തിൽ ആവശ്യമാണെന്നും അതില്ലാണ്ട് സമൂഹം മുന്നോട്ട് പോവില്ല എന്നുള്ളതും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, അത് നമ്മളെല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തോട് മുന്നോട്ട് പോവാം. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് അതില് ഞാൻ എന്തെങ്കിലും മാറി ചിന്തിക്കും. ഞാൻ ലീഡർ ആവണം, ഞാൻ വലിയ ആളാവണം, അല്ലെങ്കിൽ അവരുപയോഗിച്ചുകൊണ്ട് ഞാൻ കുറെ പൈസ ഉണ്ടാക്കണം, പേരുണ്ടാക്കണം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറുകയാണ്. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് ആ ലീഡർഷിപ്പ് ഒന്ന് പാളിച്ചകൾ വരിക. നേരെ മുന്നോട്ട് അത് തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ബിസിനസ്സുകാരോടെ വിജയിച്ചിരിക്കണം. ആ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹം തന്നെ രക്ഷപ്പെടും എന്ന് വിശ്വസിച്ച ആളാണ്. അപ്പൊ ഞാൻ എന്താന്നുള്ള അതിലൊരു പ്രസക്തിയേ ഇല്ല. ഞാൻ എന്തായെന്നുള്ളൊരു പ്രസക്തി ഇല്ല, മനസ്സിലായി. ബട്ട് അവർക്ക് വേണ്ടി ഞാൻ വഴികാട്ടിയാകും. ഏതറ്റം വരെയും അവരെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. അത് മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ. അതാണ് ഒരു ലീഡർഷിപ്പിന് ആ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈസിയാണ്.